ഈ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മീൻ, അതായത് ചെമ്പല്ലി, കരിമീൻ, കാളാഞ്ചി പോലുള്ള മീനുകൾ ഇഷ്ടംപോലെ വന്നൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ കടയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല കടകളിലോട്ടും നമ്മുടെ ബ്രാഞ്ചസിലോട്ട് അത് സപ്ലൈ ചെയ്യുന്ന രംഗവും, പിന്നെ നമ്മുടെ കടയിൽ മീൻ പിടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പിടിച്ച ആൾക്കാർ കൊണ്ടുവരുന്ന മീൻ തൂക്കിയെടുത്ത് അവർക്ക് വിലയിട്ട് കൊടുത്ത് അങ്ങനത്തെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഈ ദിവസങ്ങളായിട്ട് നല്ലപോലെ മഴ ലഭിക്കുന്നുണ്ട്, ഊത്തൽ മീനുകൾ വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു സമയമുണ്ട്. അങ്ങനെ ഊത്തലിൽ വന്ന കൂലിയുണ്ട് നമ്മൾ സിദ്ധിൻ തൂക്കിയെടുക്കണത്. ഒരു കിലോ എടുത്താൽ മതി. നാടൻ കരിമീനുണ്ടോ? നാടൻ കരിമീൻ, ജീവനുള്ള നാടൻ കരിമീൻ. ഏതാണ് അത്? 220 കൊടുക്കണം. തിരുതില്ല, കണമ്പുണ്ട്. തിരുത കഴിഞ്ഞിട്ടുണ്ടായത് പോയി. നാടൻ പുഴവറ്റ 240 രൂപയുടെ പുഴവറ്റ. ഇതെന്ന് പറയുമ്പോൾ 400 രൂപയുടെ കിലോ, 400 രൂപയുടെ പുഴവറ്റ. ഐശ്വര്യതരി ഇടാത്ത നാടൻ പുഴവറ്റുണ്ട്, അതായത് 400 രൂപയുടെ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 540 രൂപ കിലോ. 540 രൂപ കിലോ പറഞ്ഞ പുഴവറ്റ. നാടൻ കണമ്പ് 220 രൂപ. നാടൻ കണമ്പ്. കടൽ വറ്റാണ് ഇത് 360 രൂപ. കടൽ വറ്റാക്കി 360. അതിൻ്റെ നെയ്മീനുണ്ട്. പിന്നെ കുറച്ച് പ്രായൽ 150 രൂപ ഉണ്ട്. നാടൻ പ്രായൽ എൻ്റെ വലുത് 220 രൂപ. മഞ്ഞക്കൂരി ചെമ്പല്ലി ഉണ്ടല്ലോ, അതേ കിടക്കണം. വേറെ ഉണ്ട്, ടാങ്കിൽ ലൈവായിട്ടുണ്ട്. 480. വാങ്ങിക്കണം. വേറെ സൈസൊക്കെ കിട്ടുന്നുണ്ട്. എന്താ വേണം? കൊട്ടന്ന് അറിയണ്ട. കണമ്പ് കണമ്പ് $260 ചെമ്മീൻ, കരിമീനും കൊടുത്തേക്കണം കേട്ടാ. ആ ചെമ്പലിയുടെ ഒപ്പം നാരൻ RS 5250. വേണോ ഇത്? കണമ്പ് $200. ഒരു 200 ട്ടാ. 550 കാളാഞ്ചി.
കുഴിച്ചിട്ട് അത് കൊട്ടര ചുരി പാത്രത്തിൽ ചുരി വിലയിട്ടാണ് $400. അവിടെ എന്താ വെച്ചോ ചോദിക്കട്ടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. നമുക്ക് 4 ബ്രാഞ്ചാണ് ടോട്ടലുള്ളത്. നമ്മുടെ കൃഷ്ണൻകോട്ടിൽ 2 കടയുണ്ട്, വലിയോറമ്പിൽ 1 കടയുണ്ട്, അന്നമനടയിൽ 1 കടയുണ്ട്. അപ്പോൾ അത് ഈ വണ്ടിയിലുള്ള ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നമനടയിലോട്ടും കൃഷ്ണൻകോട്ട ജംഗ്ഷനിലോട്ടും വലിയോറമ്പിലോട്ടും കൊണ്ടുപോകാനുള്ള മീനുകൾ കയറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ മീൻ വന്നപ്പോൾ അവിടെ ആ മീനുകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പോണ കാഴ്ചയുണ്ടത്. നമ്മുടെ രണ്ടാമത്തെ കടയായ കൃഷ്ണൻകോട്ട ജംഗ്ഷനിലുള്ള കടയിലാണ് അതേ നമ്മുടെ വിൽശാൻഡി നിൽക്കുന്നത്. അപ്പോൾ അതേ വിൽശാൻഡി വറ്റ ഒരാൾക്ക് തൂക്കി കൊടുക്കുന്ന രംഗോണ്ടി കാണുന്നത്. അപ്പോൾ വറ്റ തൂക്കി കൊടുക്കുക മാത്രമല്ല, വിൽശാൻഡി തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണൻകോട്ട ജംഗ്ഷനിലുള്ള ടോമീസ് ഫിഷപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണൻകോട്ടയിൽ നമുക്ക് 2 കടയുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകോട്ടയിലുള്ള 2 കടയും തമ്മിൽ ഏകദേശം ഒരു 100 മീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ജംഗ്ഷനിലുള്ള കടയിലാണ് നമ്മുടെ വിൽശാൻഡി, സീമ ചേച്ചി, ജോയൽ, ജോഷി പാപ്പനൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകോട്ട ജംഗ്ഷനിലുള്ള കടയുണ്ടത്. പിന്നെ ഇത് ഈ കാണുന്നത് നമ്മുടെ അച്ഛൻ നിൽക്കുന്ന കടയുണ്ട്. ഇത് നമ്മുടെ വലിയോറമ്പിലുള്ള കടയാണ്. അപ്പോൾ ഞാനിവിടെ മീൻസ് കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എടുത്ത വീഡിയോ ഉണ്ടത്. അപ്പോൾ നമ്മുടെ പാഞ്ചി പാപ്പനൊക്കെ ഉള്ളത് ഇവിടെയാണ്. ചെമ്മീനാണോ? ഇതുകൂടെ നമുക്കിനി ഒരു കട കൂടി ഉണ്ട് കേട്ടോ. അത് അന്നമനടയിലാണുള്ളത്. അത് ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ കടകളും പിന്നെ മീൻ വരുന്നതൊക്കെ കാണിച്ച ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ബായ് പറയണ്ട. ഇതുവരെ കണ്ടു നിന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സും പറയണം. താങ്ക് യു സോ മച്ച്. 360 അല്ലേ ആവശ്യമുള്ള പൈസ കട്ട് ചെയ്ത് വെച്ചേക്കണല്ലോ കുറേയൊക്കെ.